ഹലോ, അസ്സാം വലൈക്കും. ഞാനൊരു ചെറിയ വലിയ ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ഹൃദയത്തിന് ജീവനുണ്ടോ? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം. ഒരുപക്ഷെ നിങ്ങൾ കേട്ടു മറന്ന കഥയായിരിക്കാം. ഈ ഒരു സമകാലിക യുഗത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു കഥയാണ്. ഒരു പട്ടണം, പാറിപ്പറക്കുന്ന ഔലിയാക്കളുള്ള, പേരുകേട്ട യൂണിവേഴ്സിറ്റിയുള്ള, വിദ്യാഭ്യാസത്തിന് യാതൊരു രീതിയിൽ ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരുപാട് പണ്ഡിതന്മാരുള്ള ഒരു പട്ടണം. ആ പട്ടണത്തിലോട്ട് ഒരു മഹാൻ വന്ന് പറയുകയാണ്, ഇവിടെ ദീനില്ല, ദീൻ മരിച്ചിരിക്കുന്നു. ഈ ഒരു ചോദ്യം കേട്ടപ്പോൾ നിങ്ങൾക്ക് സംശയം വന്നില്ലേ? ദീൻ മരിച്ചിരിക്കുന്നു, അപ്പോൾ ദീൻ ജീവനുള്ള എന്തെങ്കിലും ആണോ? എന്തുകൊണ്ടായിരിക്കും ഈ മഹാൻ ഇത്രയും ഔലിയാക്കളുള്ള, മതപണ്ഡിതന്മാരുള്ള, ഏറ്റവും പേരുകേട്ട യൂണിവേഴ്സിറ്റിയുള്ള ഈ ഒരു പട്ടണത്തെ നോക്കി ഇവിടെ ദീനില്ല, ഇസ്ലാം മരിച്ചിരിക്കുന്നു പറയാൻ കാരണം? അദ്ദേഹം നോക്കിയത് അവരുടെ ഹൃദയത്തിലോട്ട് മാത്രമാണ്. അവരുടെ പണ്ഡിതന്മാരുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ സ്മരണയോ അവരുടെ ഔലിയാക്കളുടെ ഹൃദയത്തിൽ പരിപൂർണ്ണ തൗഹീദോ ഉണ്ടായിരുന്നില്ല. ഈ മഹാനവറുകൾ വേറെ ആരുമല്ല, നിങ്ങൾക്ക് സുപരിചിതനായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസാണ്. ഞാൻ ഈ പറഞ്ഞ പട്ടണം ഇറാഖ് രാജ്യത്തിന്റെ തലസ്ഥാനമായ ബഗ്ദാദ് ജീലാൻ പട്ടണമാണ്. ഞാൻ ഈ പറഞ്ഞ പേരുകേട്ട യൂണിവേഴ്സിറ്റി നിസാമിയ യൂണിവേഴ്സിറ്റിയാണ്. അങ്ങനെ മഹാനവറുകൾ ആദ്യമായി ചെയ്തത് ഹൃദയത്തിൽ ദിക്റില്ലാത്ത എല്ലാ ആളുകൾക്കും, അതുപോലെ അപൂർണ ദിക്റുള്ള മുഴുവൻ ഔലിയാക്കൾക്കും അവരുടെ ഹൃദയത്തിൽ പരിപൂർണ തൗഹീദ് നൽകി അവരെ ജീവിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ദീനിനെ ജീവിപ്പിക്കുന്നവൻ എന്നർത്ഥമുള്ള മൊഹീദ്ദീൻ എന്ന പേര് മഹാനവറുകൾക്ക് ലഭിച്ചത്. അതുതന്നെയായിരുന്നു മഹാന്റെ ഏറ്റവും വലിയ കറാമത്തും. അതുതന്നെയാണ് ഈ കാലഘട്ടത്തിന്റെ മൊഹീദ്ദീനായ ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദർ ചിശ്തി മഹാനവറുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, എനിക്കും എൻ്റെ കുടുംബത്തിനും മഹാനെ കാണാനും ഈ വഴിയിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് റീലും ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരാളാണ്. ഇത്രയും വലിയൊരു അറിവ് നിങ്ങളിലേക്ക് പകർന്നു നൽകുക എന്നുള്ളത് എൻ്റെ ഒരു കടമയാണ്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കാരണം. ഇനി നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മഹാനെ കിട്ടിയിട്ടുണ്ടോ? അതുപോലെ നിങ്ങളുടെ ഹൃദയത്തിന് ജീവനുണ്ടോ?